ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മളിവിടെ പറയൽ കറ്റില എന്നാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് സാധനമാണ്, കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന പാടാണ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി. ഇനി നമുക്കിതൊന്ന് എങ്ങനെ നല്ല അടിപൊളിയായി മുളകിട്ട് കറി വെക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡിഷ് നമ്മുടെ മീൻ മുളകിട്ട കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ മീൻ കുട്ടന്മാരെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കത്തി ഉപയോഗിച്ചും ചെയ്യാം. കത്രിക ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് ഞാൻ കത്രിക ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ചെതുമ്പലുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കഴുകി നല്ല വെള്ളിക്കിണ്ണം പോലെ തിളങ്ങുന്ന രീതിയിൽ അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നുമില്ല, ഒരു ചെതുമ്പലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ കഴുകി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് തിരുമ്മി വെക്കാം. അപ്പോൾ മുളക് പൊടിയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ മുളക് പൊടി കുറച്ചധികം, ഇത് നമ്മൾ എരിവില്ലാത്ത കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടാവും കറിക്ക്. അപ്പം മുളകും മഞ്ഞളും ഉപ്പും കൂടിയിട്ട് നമ്മുടെ മീൻ കഴുകി ക്ലീനാക്കി വെച്ചതൊന്ന് കുറച്ച് സമയം നമുക്ക് തിരുമ്മി വെക്കാം. അതിനുശേഷം മുളകിടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 തക്കാളി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിൽ. അപ്പം ഞാൻ കുടംപുളി അല്ലാട്ടോ ഉപയോഗിക്കുന്നത്, നമ്മുടെ വാളംപുളിയാണ്. അതുപോലെ നമ്മുടെ മീൻ കുട്ടന്മാരെ നല്ല മുളകെല്ലാം തേച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെച്ചു. ചട്ടി നന്നായി ചൂടായ ശേഷം നമുക്ക് നമ്മുടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ മെയിനാണ് കേട്ടോ ഇതിനകത്ത്. ഉലുവ നല്ലോണം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളക്, ഉള്ളി ഇവയൊക്കെ നന്നായി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ആ ഉള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നല്ലോണം വഴറ്റിയെടുത്ത് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ വേഗം വഴണ്ട് കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമുക്കാകെ വേണ്ടത് നമ്മുടെ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും. അപ്പം മുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം, ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച്. അപ്പം നല്ലോണം ഒന്ന് വഴറ്റി ആ മുളകിൻ്റെ പച്ച മണമൊക്കെ മാറുന്നവരെ നല്ലോണം വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ശേഷം നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ തക്കാളി, ഒരു 3 തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് ഇനി ഇത് നല്ലോണം വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയുടെ ആ വെള്ളത്തിൻ്റെ അംശം മൊത്തം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകമുണ്ട്. ആ പാകത്തിലാവുന്ന സമയത്താണ് നമ്മുടെ പുളി പിഴിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർക്കണം. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അവിടെയാണ് ആ മീൻകറിയുടെ, അതായത് മുളകിട്ട മീൻകറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് ക്യാമറ സെറ്റ് ചെയ്തതിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒരു നിഴലടിക്കുന്നത്. അപ്പോൾ ഞാനിതാ അത് വഴറ്റി നല്ലോണം എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളം, നമ്മുടെ വാളംപുളിയാണ്, കുടംപുളി ഇല്ലാത്തതുകൊണ്ടാണ്. വാളംപുളി പിഴിഞ്ഞ ആ വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മുളകിട്ട കറിക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാകത്തിന് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ കറ്റില മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് മുളകിടാൻ എടുക്കുന്നില്ല, കുറച്ച് ഞാൻ പൊരിക്കാലോ വറുത്തെടുക്കാലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് കഷ്ണങ്ങളും കൂടി ഇട്ട് ഇനി നല്ലോണം ഒന്ന് തിളച്ച് എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഈ മീൻ വേഗം പൊടിഞ്ഞു പോകുന്ന മീനായതുകൊണ്ട് തന്നെയാണ് അത് ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കഷ്ണങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ അവസാനം എൻ്റെ ഒരു ടിപ്പ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ എണ്ണ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മുളകിട്ട മീൻ കറി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ദോശേൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, ഇപ്പോൾ ഈ കാണുന്ന ലൂസ് ആരും നോക്കണ്ട. കുറച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല കൊഴുത്ത ഗ്രേവിയുള്ള അടിപൊളി മുളകിട്ട മീൻ കറി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ
മീൻ മുളകിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്